30-ാം ദിവസം വിശുദ്ധ യൗസേ പിതാവ്, നിശബ്ദനായ വിവേകി. ബൈബിളിൽ വാക്കുകളേക്കാൾ പ്രവൃത്തികൾ കൊണ്ട് ദൈവഹിതം നിറവേറ്റിയ വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പ്. അദ്ദേഹത്തിൻ്റെ ജീവിതം വിവേകത്തിൻ്റെയും നിശബ്ദമായ കരുത്തിൻ്റെയും അടയാളമാണ്. ആത്മീയ അടിസ്ഥാനം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നീതിമാനായ മനുഷ്യൻ മറിയത്തെ രഹസ്യമായി ഉപേക്ഷിക്കാൻ ആലോചിച്ച യൗസേപ്പിനോട് ദൈവദൂതൻ സ്വപ്നത്തിൽ സംസാരിക്കുന്നു. സ്വന്തം താല്പര്യങ്ങളെക്കാൾ ദൈവഹിതത്തിന് അദ്ദേഹം മുൻഗണന നൽകി. യാതൊരു ചോദ്യവുമില്ലാതെ മറിയത്തെയും യേശുവിനെയും സംരക്ഷിക്കാൻ അദ്ദേഹം സ്വയം സമർപ്പിച്ചു. വിവേകം എന്നത് ശരിയായ സമയത്ത് ദൈവഹിതം തിരിച്ചറിയുകയും അത് ധീരമായി നടപ്പിലാക്കുകയും ചെയ്യലാണ്. അല്പം മനഃശാസ്ത്രം. ഹംബിൾ ലീഡർഷിപ്പ്, വിനീതമായ നേതൃത്വം. മനഃശാസ്ത്രജ്ഞനായ എഡ്ഗർ ഷെയ്ൻ അവതരിപ്പിച്ച ഹംബിൾ ലീഡർഷിപ്പ് എന്ന ആശയത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് യൗസേ പിതാവ്. ഒരു നേതാവ് എന്നാൽ ആജ്ഞകൾ നൽകുന്നവനല്ല, മറിച്ച് മറ്റുള്ളവരുടെ വളർച്ചയ്ക്കായി തന്നെ താഴ്ത്തുന്നവനാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നതിനേക്കാൾ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ എങ്ങനെ വിശ്വസ്തയോടെ ചെയ്യാം എന്നതിലാണ് യൗസേ പിതാവ് ശ്രദ്ധിച്ചത്. തൻ്റെ കഴിവുകളെക്കുറിച്ച് പ്രശംസ ആഗ്രഹിക്കാത്ത, എന്നാൽ പ്രതിസന്ധികളിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന നേതൃത്വമാണ് യൗസേ പിതാവിൻ്റേത്. യൗസേ പിതാവിൻ്റെ നിശബ്ദമായ സംരക്ഷണത്തിന് സമാനമായ ഒരു ആധുനിക ഉദാഹരണമാണ് 2001 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണ സമയത്ത് റിക് റെസ്കോർല ചെയ്തത്. മോർഗൻ സ്റ്റാൻലി എന്ന കമ്പനിയുടെ സെക്യൂരിറ്റി ചീഫായിരുന്നു അദ്ദേഹം. അപകടം നടന്ന ഉടനെ അധികാരികളുടെ നിർദ്ദേശം കാത്തു നിൽക്കാതെ അദ്ദേഹം തൻ്റെ വിവേകം ഉപയോഗിച്ചു. വർഷങ്ങളായി അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്ന എമർജൻസി പ്ലാൻ അദ്ദേഹം നടപ്പിലാക്കി. ബഹളങ്ങൾ ഉണ്ടാക്കാതെ മെഗാഫോണിലൂടെ പാട്ടുകൾ പാടി ആളുകളെ സമാധാനിപ്പിച്ചുകൊണ്ട് 2700ഓളം പേരെ അദ്ദേഹം സുരക്ഷിതമായി പുറത്തെത്തിച്ചു. എല്ലാവരെയും രക്ഷിച്ചോ എന്ന് പരിശോധിക്കാൻ വിമാനത്തിനുള്ളിലേക്ക് തിരിച്ചുപോയ അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നില്ല. ലോകമറിയുന്ന ഹീറോ ആകാനല്ല, മറിച്ച് തൻ്റെ ഉത്തരവാദിത്തം വിവേകത്തോടെയും വിനയത്തോടെയും നിറവേറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചത്. യൗസേ പിതാവിനെ പോലെ സ്വന്തം ജീവനേക്കാൾ തനിക്ക് ഏൽപ്പിക്കപ്പെട്ടവരുടെ ജീവന് അദ്ദേഹം വില നൽകി. ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകമായി ചിന്തിക്കാം. യൗസേ പിതാവിനെ പോലെ വിവേകത്തോടെ പ്രവർത്തിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇന്ന് ആരും കാണാതെ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുക. അതിന് പകരമായി ഒരു നന്ദി പോലും പ്രതീക്ഷിക്കരുത്. ചിന്തിക്കുക, എനിക്ക് ലഭിക്കുന്ന അംഗീകാരത്തേക്കാൾ പ്രധാനം ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ നന്മയാണ്. വിശുദ്ധ യൗസേ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നത് നേതൃത്വം എന്നത് അധികാരമല്ല, മറിച്ച് ഉത്തരവാദിത്തമാണ് എന്നാണ്. നിശബ്ദതയിൽ ലഭിക്കുന്ന വിവേകം പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുമ്പോഴാണ് നാം യഥാർത്ഥ സംരക്ഷകരാകുന്നത്. അദ്ദേഹത്തെ പോലെ വിവേകത്തോടും വിനയത്തോടും കൂടി നമുക്ക് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാം. ഏറ്റവും വലിയ വിവേകം നിശബ്ദമായ സ്നേഹത്തിലും വിനീതമായ സേവനത്തിലുമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.